വെരി ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത്. സോ റേഷ്യോ എന്ന ഭാഗമാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. സോ റേഷ്യോയിൽ 1:2 എന്ന് പറഞ്ഞാൽ അതിലത്തെ ഫസ്റ്റത്തെ ആ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആൻറ്റിസിഡൻ്റ് ആണ്. ആൻറ്റിസിഡൻ്റ് എന്നാണ് ന്യൂമറേറ്ററിന് പറയുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഡിനോമിനേറ്ററിനെയാണ് കോൺസീക്വൻ്റ് എന്ന് പറയുക. ഫസ്റ്റ് ടേമിനെ ആൻറ്റിസിഡൻ്റ് എന്നും സെക്കൻഡ് ടേമിനെ കോൺസീക്വൻ്റ് എന്നാണ് പറയുക. എപ്പോഴും ചോദിക്കാറുണ്ട് MCQയിൽ ഫസ്റ്റ് ടേമിനെ ആൻറ്റിസിഡൻ്റ് എന്നാണോ സെക്കൻഡ് ടേമിനെ കോൺസീക്വൻ്റ് എന്നാണോ എന്ന് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ആൻഡ് നെക്സ്റ്റ്, കമ്പാരിസൺ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഓഫ് സെയിം കൈൻഡ് ആൻഡ് സെയിം യൂണിറ്റ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സെയിം ആയിട്ടുള്ള സെയിം കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂണിറ്റിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിം കൈൻഡ് അല്ലെങ്കിൽ സെയിം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ്. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ സെയിം കൈൻഡ് അല്ലേ, ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ നോക്കാമെന്ന് പറഞ്ഞാൽ 40 ബോയ്സും 60 ഗേൾസും ആണ്. അപ്പോൾ റേഷ്യോ 40:60 എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണ്ടേ. ദാറ്റ് ഈസ് 2:3. കണ്ടോ, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ 0 ക്യാൻസൽ ചെയ്തു, 4ഉം 6ഉം ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് 2ൻ്റെ ടേബിൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2:3 ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, 2 എന്ന് പറഞ്ഞാൽ എന്ത് ടേമാണ്? ആൻറ്റിസിഡൻ്റ് ആണ്. 3 എന്ന് പറഞ്ഞാൽ എന്ത് ടേമാണ്? കോൺസീക്വൻ്റ് ആണ്. സോ 40:60 എന്ന് പറഞ്ഞതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ 2:3 എന്നാക്കിയപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു 20 ഉണ്ട് അല്ലേ. 2 × 20 ചെയ്താലാണ് നമുക്ക് 40 കിട്ടാല്ലേ. 3 × 20 ചെയ്താലാണല്ലേ നമുക്ക് 60 കിട്ടാല്ലേ. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന 20 ആണ് ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത്. നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കണ്ടോ, ആക്ച്വൽ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് റേഷ്യോ. ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് അതാണ്, 20 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 20 ആണ്. ആക്ച്വൽ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഓഫ് ദ റേഷ്യോ. റേഷ്യോൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന്. റേഷ്യോൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 20 ആണല്ലോ ഇവിടെ ഹിഡൻ ആയി കിടക്കുന്നത്. സോ ഹിയർ 20. സോ ആക്ച്വൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. 2 × 20 അല്ലെങ്കിൽ കോമൺ ഫാക്ടർ എന്നൊക്കെ നമുക്കിതിനെ പറയാം. 2 × 20 20 ആണ് കോമൺ ഫാക്ടർ. 2 × 20 = 40, 3 × 20 = 60. ഇനി റേഷ്യോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ A:B എന്ന് പറഞ്ഞതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്താണ്? ഒരു A:B കൂടെ കൂടിയതല്ലേ. അപ്പോൾ A:B എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് × A/B അല്ലേ. അപ്പോൾ ഇതിനെ A എന്ന് പറഞ്ഞാൽ A² ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. B × B എന്ന് പറഞ്ഞാൽ B² ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഷ്യോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A² B² ആണ്. സോ ദി എക്സാമ്പിൾ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ എടുക്കൂ. 2ൻ്റെ സ്ക്വയർ എന്താ? 4. 3ൻ്റെ സ്ക്വയർ എന്താ? 9. സോ 4/9 ആണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സബ് ജയിലിൽ അടച്ചു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം A:B എന്ന് പറഞ്ഞ റേഷ്യോൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറഞ്ഞാൽ √A:√B ആണ്. അപ്പം A/B കോമൺ ആയിട്ട് ഒരു റൂട്ട് എടുക്കാം അല്ലേ. അപ്പം സബ് എന്ന് പറഞ്ഞാൽ സബ് ജയിലിൽ അടയ്ക്കണം. ദാറ്റ് ഈസ് റൂട്ട്. സോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? √A/B ആണ്. ഇനി ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലേ, 3 എണ്ണം വേണം. A/Bൻ്റെ 3 എണ്ണം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ആണ്. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അപ്പോൾ A/B × A/B × A/B പിന്നെ നമുക്ക് A × A² ആണെങ്കിൽ A എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയുടെ മേലെ 3 എന്ന് ഇട്ട് കൊടുക്കണം അല്ലേ. തലയുടെ മേലെ 3 എന്നിട്ട് കൊടുക്കണം അല്ലേ. എത്രത്തോളം എകളുണ്ടോ അത് അതിൻ്റെ തലയുടെ മേലെ എഴുതണം. ദാറ്റ് ഈസ് സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ്. സോ ഇവിടെ 3 എകളുണ്ടെങ്കിൽ A³ എന്നാണ് മേലെ എഴുതേണ്ടത് ന്യൂമറേറ്ററിൽ. സോ ഡിനോമിനേറ്ററിലും B³ എന്നാണ് എഴുതേണ്ടത്. സോ A³ B³ ആണ് ഇവിടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഇനി ട്രിപ്ലിക്കേറ്റിലും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. സബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സബ് ജയിലിൽ അടയ്ക്കണം. സോ ഇവിടെ സബ് ട്രിപ്ലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ടാണ് ഇവിടെ വരിക. ഇപ്പോൾ ക്യൂബ് റൂട്ടാണല്ലേ ഇവിടെ വരിക. ക്യൂബ് റൂട്ടിന് എപ്പോഴും ഒരു കുഞ്ഞിത്രി പുറത്തിങ്ങനെ കാവൽക്കാരനായി ഇരിക്കണം അല്ലേ. പുറത്തിങ്ങനെ കാവൽക്കാരനായിട്ടുള്ള ഒരു പോലീസ് ചേട്ടൻ ഇരിക്കണം അല്ലേ, 3 എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വായിക്കുന്നത്? ക്യൂബ് റൂട്ട് എന്നാണ് വായിക്കുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് A = ക്യൂബ് റൂട്ട് ഓഫ് B.
ഇനി നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് റേഷ്യോ. കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രൊഡക്റ്റ് ഓഫ് 2 or more റേഷ്യോസ് ആണ്. എ ബൈ ബി ഇൻറ്റു അടുത്ത റേഷ്യോ ആയിട്ടുള്ള സി ബൈ ഡി ഇൻറ്റു അടുത്ത റേഷ്യോ ആയിട്ടുള്ള ഇ ബൈ എഫിനെ ഇൻറ്റു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണല്ലേ മാത്സിൽ പറയാം. അപ്പോൾ ഇൻറ്റു എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പൗണ്ട് റേഷ്യോ. ഇനി ഇൻവേഴ്സ് റേഷ്യോ ഉണ്ട്. എ ഈസ് ടു ബിൻ്റെ ഇൻവേഴ്സ് എന്താണ്? തലതിരിക്കൂ, ബി ബൈ എ ആണ്. എ ബൈ ബി എന്ന് പറഞ്ഞാൽ തലതിരിച്ചാൽ ബി ബൈ എ ആണ്. സോ എ ബൈ ബിൻ്റെ ഇൻവേഴ്സ് ഇസ് ബി ബൈ എ. ഇനി ഇൻവേഴ്സ് ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി അത് വരുന്നത്? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണല്ലേ. അപ്പോൾ 1/2/3 എടുത്തു കഴിഞ്ഞാൽ ആ 3 മേലോട്ട് പോകുമ്പോഴാണ് 3/2 വരുന്നത്. സോ ഇൻവേഴ്സ് ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ള രീതി നമ്മൾ തലതിരിക്കാൻ നോക്കിയാൽ അത് ഒരിക്കലും പറ്റില്ല. സോ നമുക്ക് ഒരിക്കലും സി ഈസ് ടു ബി ഈസ് ടു എ എന്ന് എഴുതുന്നത് റോങ് ആണ്. അപ്പം എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവരെ ഇൻവേഴ്സ് എടുക്കാം? 3 ടേംസ് വന്നാൽ എങ്ങനെ നമുക്ക് റൈറ്റ് ആയിട്ട് ഇൻവേഴ്സ് എടുക്കാൻ പറ്റും? സംശയം വരും. ഇങ്ങനെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റേഷ്യോ വരും. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പഠിച്ചിട്ടില്ലേ, എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡിലാണ് ഇങ്ങനെ അതിൻ്റെ പ്രോഫിറ്റ് പ്രൊപ്പോർഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളത് എന്തായാലും വരും. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുമില്ല, ഇൻഡിവിജ്വലി ഇവരെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വെറും എ എന്ന് പറഞ്ഞാൽ A/1 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഇൻവേഴ്സ് എടുത്താൽ 1/A ആയി. അപ്പോൾ 1/A ആയി, 1/B ആയി, 1/C ആയി. അപ്പം ഇഫ് യു മൾട്ടിപ്ലൈ ABC, അപ്പം ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ABC ആണല്ലേ. അപ്പോൾ അത് മേലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തേ. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ മേലെ അടിയിൽ A വന്നു, അപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഇനി മേലെയും അടിയിലും ബി വന്നു, അപ്പോൾ ക്യാൻസൽ ചെയ്യുക. മേലെ അടിയിൽ സി വന്നു, അപ്പോൾ ക്യാൻസൽ ചെയ്യുക. നമുക്ക് ആകെ തുക BC = AC = AB എന്ന് കിട്ടി. ഇനി ഇതിനെ ജസ്റ്റ് ഒരു മാപ്പ് പോലെ വരച്ച് കഴിഞ്ഞാൽ ABC എന്ന് വരച്ച് കഴിഞ്ഞാൽ നടുവത്ത് B തൊട്ട് തുടങ്ങി BC, AC and AB. അപ്പം ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇൻവേഴ്സ് എടുക്കേണ്ടത്. സോ ഇൻവേഴ്സ് ഓഫ് ABC എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കണം? BC, AC, AB എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ മറക്കരുത്, ഇൻവേഴ്സ് ഓഫ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ BC, AC, AB ഒന്നുമില്ല. ഈ സൈക്ലിക് രീതിയിലുള്ള ഇത് ഓർത്ത് വെച്ചാൽ മതി. ABC എന്ന് പറയുമ്പോൾ നടുന്ന് തുടങ്ങുന്നു BC, AC, AB. If you find this video useful, please do subscribe, please do like and please do comment below, and thank you so much for watching.